ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇതിപ്പം ഇതിൻ്റെ ഫോട്ടോയിലൊക്കെ കണ്ട പോലെ തന്നെ പല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണിത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ഈ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന വറുത്ത റവയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും മതി. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി മൈദയ്ക്ക് പകരം ആട്ടമാവും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യ് ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെയ്യ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ സ്നാക്കിന്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ബട്ടറാണ് ചേർക്കുന്നെങ്കിലും അത് ചെറുതായിട്ടൊന്ന് ഉരുക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ മാവുമായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് യോജിച്ച് കിട്ടും. ഞാൻ ഇനിയും ഈ സ്നാക്കിന് വേണ്ട പഞ്ചസാരയും മുട്ടയും ഈ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് മാവിലോട്ട് ചേർക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ 2 ഗ്ലാസ് മാവിന് 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ 1/2 ഗ്ലാസ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു മീഡിയം മധുരമേ ഉള്ളൂ. നല്ല മധുരം വേണ്ടവർക്ക് 1-2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഏലക്കപ്പൊടിക്ക് പകരം 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഈ മിക്സ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ വെട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ കൂട്ട് തന്നെയാണ്. വെട്ട് കേക്കിലാകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ മുട്ട ചേർക്കും. ഞാനിപ്പോൾ ഇതിൽ ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂ. ഇതിനങ്ങനെ അധികം മുട്ടയുടെ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കത്തില്ല. വെട്ട് കേക്കിനൊക്കെ ആകുമ്പോൾ മുട്ടയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ആ ഒരു മുട്ടയുടെ ഇതുകൊണ്ട് ഇതങ്ങ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനൊരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അധികം ചൂടൊന്നുമില്ല, ചെറിയ ചൂട്. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനി ഒരു തുണി കൊണ്ട് ഞാനിവിടെ മൂടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മാവൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിൽ നിന്ന് പകുതി മാവ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ പരത്താൻ പോകുന്നത്. പലകയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കാം. ഇനി ഇത് ഒന്ന് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. തീരെ കനം കുറയുന്നുമില്ല, എന്നാൽ ഒത്തിരി കട്ടിയില്ല താനും. ചപ്പാത്തിയെക്കാട്ടിയൊക്കെ കുറച്ചും കൂടെ കട്ടിയിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു കുപ്പിയുടെ അടപ്പാണ്. ഇതിപ്പം ഈ അടപ്പോടെ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ഒരു ചന്ദ്രക്കലയുടെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പല പല ഷേപ്പൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുക്കി കട്ടറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഹാർട്ട് ഷേപ്പും അതുപോലെ സ്റ്റാർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാക്കാൻ കുട്ടികളെയും കൂടെ കൂട്ടുവാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ല ഇഷ്ടമാകും. ഇതുപോലെയൊക്കെ ചെയ്തു തരാൻ, ഇതുപോലെ കട്ട് ചെയ്യാനൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ അവരെയും കൂടെ കൂട്ടി ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ സ്നാക്ക് അവർക്ക് തീർച്ചയായിട്ടും നല്ല ഇഷ്ടമാകും. ഇതിന് മധുരമൊക്കെ ഉള്ള അല്പം ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ മാവ് മുഴുവൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ കുക്കീസ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് ബേക്കായി കിട്ടും. ഇത് എണ്ണയിലിട്ട ഉടനെ തന്നെ ഇത് നമ്മൾ ഇളക്കരുത്.
ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് എണ്ണയിൽ ഇതിങ്ങനെ പൊങ്ങി വരും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇളക്കി കൊടുക്കാവുള്ളൂ. ഇത് നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കണം. അതുപോലെ തന്നെ ഒരു മീഡിയം തീയിലിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഇതിപ്പം കണ്ടോ ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇത് കരിയാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് ഒത്തിരി കൂട്ടിയാലും ഇത് എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അതുപോലെ തന്നെ തീ ഒത്തിരി ഹൈ ഫ്ലെയിമിലും ആക്കി വെക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിൻ്റെ അകമൊന്നും വെന്ത് കിട്ടത്തുമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്ന ഒരു സ്നാക്കാണിത്. ഇതിപ്പോൾ എടുക്കാറായിട്ടുണ്ട്. അതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിച്ചാലും മതി. ഇത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പിയാണിത്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. നിങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.